ശ്രീകാന്ത് നീരവ സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി വിജയിച്ചിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ആദ്യ വിജയവും നേടിയിരിക്കുന്നു. ബാംഗ്ലൂരിനെതിരെ 1-2 ഗോളുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. 3 മാച്ചിന്റെ സസ്പെൻഷനു ശേഷം വിക്ടർ വെർത്തോമ്യോ അതിഭയങ്കരമായ കംബാക്ക് അടിച്ചിരിക്കുന്നു. ആദ്യ സസ്പെൻഷനു ശേഷം ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഗോൾ അടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതിയ സൈനികമായ ഫ്രാൻസിസ്കോ അബാലോ തന്റെ വരവ് അതിസുന്ദരമായി നിർവഹിച്ചിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ ഇന്ന് ഒരു ടീം പെർഫോമൻസ് കാണാൻ പറ്റി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏകദേശം എല്ലാ പ്ലെയേഴ്സും നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരേ ഒരു യൂണിറ്റിയിലൂടെ കളിച്ചു വന്നു. മാർലോൺ റൂസ് ട്രൊജിലോയുടെ പകരക്കാരനായി എത്തിയ കരീം ബെനാഡീഫും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന കോച്ചിന്റെ നിലവാരം നമ്മൾക്ക് ഈ മത്സരത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ ഗോള് വിക്ടർ അടിച്ചതിന് അസിസ്റ്റ് നൽകിയത് എബിൻ ദാസ് ആണ്. അതും വളരെ സുന്ദരമായ അസിസ്റ്റായിരുന്നു നൽകിയത്. അദ്ദേഹത്തിന്റെ കഴിവ് പിന്നെയും തെളിയിച്ചു കാണിക്കുകയായിരുന്നു. ത്തിലെ വേറൊരു പ്രത്യേകതയാണ് നമുക്ക് പഴയ വിപിനെ കാണാൻ പറ്റി. വിപിന്റെ അഗ്രഷനും ക്രോസിങ്ങും എല്ലാം നല്ല മികച്ച രീതിയിലായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കാണാൻ പറ്റിയത്. ഇതേപോലെ ഇനിയുള്ള മത്സരത്തിൽ വിപിനെ കളിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കളിയുടെ അവസാന നിമിഷത്തിൽ ബാംഗ്ലൂർ ഒരു അറ്റാക്ക് നടത്തിയിരുന്നു. ആ അറ്റാക്കിലെ നല്ലൊരു സേവ് നമ്മുടെ സ്വന്തം ഗോൾ കീപ്പർ അൻവർ ഷെയ്ഖ് നല്ലൊരു സേവ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം പ്രശംസ അർഹിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ സ്വന്തം മുത്തമണി ഗോഡ്, ദ റിയൽ ഗോഡ് ലാനിഷും ഏകദേശം ഒരു ആവറേജിനേക്കാളും കൂടുതൽ നല്ലൊരു ഡിഫൻസീവ് പെർഫോമൻസ് കാഴ്ചവെച്ചതായി തോന്നി. ആഷ്ലി വെസ്റ്റ്വുഡിനും സംഘത്തിനും ഇനിയും ഇതുപോലെ തന്നെ നല്ലൊരു മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.